ഫുട്ബോൾ മനോഹരമാകുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? കണക്കുകളൊക്കെ തീർക്കാൻ നിങ്ങൾക്കായി അത് രണ്ടാമതൊരു അവസരം കൂടി കരുതി വെക്കും. ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഇത്തിഹാദിലിട്ട് തീർത്ത ശേഷം വിനീഷ്യസ് ജൂനിയർ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്. ഇന്നലെ ബെർണബ്യൂവിൽ ഫുൾ ടൈം വിസിൽ മുഴങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ അർബലോവ വിനിയെ തിരിച്ചു വിളിക്കുമ്പോൾ ടച്ച് ലൈൻ അരികിൽ ഡിയഗോ സിമിയോണി നിൽപ്പുണ്ടായിരുന്നു. ബെർണബ്യൂ വിനീഷ്യസിന് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകി. അതിനിടെ വിനി സിമിയോണിയോട് എന്തോ പറയുന്നത് കാണാമായിരുന്നു. അത്ലറ്റിക്കോ പരിശീലകന് അതത്ര പിടിച്ചില്ലെന്ന് തോന്നി. സിമിയോണി പ്രൊവോക്കഡ് ആയോ? ആയെങ്കിൽ അത് 4 മടക്കി അങ്ങ് പോക്കറ്റിൽ വച്ചേക്കണം. രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഇതുപോലൊരു ഡെർബി. സ്പാനിഷ് സൂപ്പർ കപ്പ് സെമിയിൽ വിനി കളം വിടുമ്പോൾ ഫ്ലോറന്റീനോ പെരസ് നിന്നെടുത്ത് വെളിയിലിടുന്ന കാലം വിദൂരത്തല്ല എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സിമിയോണി. വിനി പറഞ്ഞ ആ സെക്കൻഡ് ചാൻസ് ഇങ്ങെത്തി. ഇക്കുറി അലറിയാർക്കുന്ന ബെർണബ്യൂ ഗാലറിക്ക് മുന്നിലാണ് വിനിയുടെ പ്രതികാര കഥ അരങ്ങേറിയത്. വിജയ ഗോളിന് ശേഷം അയാൾ ഗാലറിക്കരികിലേക്ക് പാഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു നിൽപ്പാണ്. റെമോൺടാഡകളെ അകത്താക്കി അടച്ചിട്ട ആ കൂടാരത്തിൽ റയലിന്റെ വിശ്വവിഖ്യാതമായ ആന്തം നിലക്കാതെ മുടങ്ങി. യാ കോറെല സയേറ്റ യാ അറ്റാക്ക മി മാഡ്രിഡ്. ദ ആരോ ഈസ് റണ്ണിങ്, മൈ മാഡ്രിഡ് ഈസ് അറ്റാക്കിംഗ്. മുമ്പൊരു 7-ാം നമ്പറുകാരനെ ഇതുപോലെ ആവർത്തിച്ച് പ്രൊവോക്ക് ചെയ്തതിന് കിട്ടിയ തിരിച്ചടികളുടെ മുറിപ്പാടുകളൊക്കെ സിമിയോണിയുടെ പുറത്ത് ഉണങ്ങാതെ കിടപ്പുണ്ട് ഇപ്പോഴും. ഇക്കുറി ലോസ് ബ്ലാങ്കോസ് ജേഴ്സിയിൽ മറ്റൊരു നമ്പർ 7 അയാൾക്ക് മുതലും പലിശയും ഒക്കെ തീർത്ത് തിരിച്ചു കൊടുക്കുന്നു. ബാഴ്സയോടാണ്. റയലിത അരികിൽ, തൊട്ടരികിലുണ്ട്. കൊണ്ടും കൊടുത്തും ബെർണബ്യൂവിനെ ആവേശക്കടലാക്കിയ ആ റോളർ കോസ്റ്ററിന് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ അൽവാരോ അർബലോവ നിറഞ്ഞു ചിരിച്ചു. നേരത്തെ സബ് ചെയ്യപ്പെട്ട കളിക്കാർ ഓരോരുത്തരായി കളം വിടുമ്പോൾ അവരെയൊക്കെ അയാൾ പതിവില്ലാത്ത വിധം ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നത് കാണാമായിരുന്നു. ആൽബിസെറ്റയോട് പരാജയപ്പെട്ട് കോപ്പ ഡെൽ റേയിൽ നിന്ന് റയൽ പുറത്താകുമ്പോൾ തന്നെ ഫ്ലോറന്റീനോ പെരസ് പുതിയ പരിശീലകൻ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നതാണ്. ലാലിഗയിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ചാമ്പ്യൻസ് ലീഗിൽ പ്ലേ ഓഫിലേക്ക് എടുത്തെറിയപ്പെടുന്നു. കിരീടമില്ലാ കാലങ്ങൾ ആവർത്തിക്കാൻ പോവുകയാണെന്ന് സകലരും അടക്കം പറഞ്ഞു തുടങ്ങിയ നേരത്താണ് അയാൾ പ്രതീക്ഷകളുടെ ഒരു കയർ നീട്ടിയെറിഞ്ഞു തന്നത്. റയൽ അതിൽ പിടിച്ച് കയറി വന്നു. ഗോൾ വരൾച്ചയുടെ പേരിൽ വിമർശന ശരങ്ങൾ ഏറെ ഏറ്റുവാങ്ങിയ വിനീഷ്യസ് അർബലോവയ്ക്ക് കീഴിൽ അടിമുടി മാറി. അർബലോവ പരിശീലക ചുമതല ഏറ്റെടുത്ത ശേഷം കളിച്ച 16 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകൾ ഇതിനോടകം വിനി സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഈ കാലയളവിൽ യൂറോപ്പിൽ ഇത്ര മികച്ച സ്റ്റാറ്റസുകളുള്ള മറ്റു 2 പേരെയുള്ളൂ, ഹാരി കെയ്നും ലമീൻ യമാലും. വിനിക്കൊപ്പം എൽ ഫാൽക്കൺ വാൽവഡെ ശത്രുവിൻ്റെ ആകാശത്ത് വട്ടമിട്ട് പറന്നു. അയാളുടെ ബൂട്ടിൽ നിന്ന് പാഞ്ഞ മിസൈലുകൾ പല കോട്ടകൊത്തങ്ങളെയും പൊളിച്ച് താഴെയിട്ടു. ആൻഡ് ദ ലോസ് ബ്ലാങ്കോസ് ബാക്ക്. ഇഞ്ചുറി വല്ലാതെ വലയ്ക്കുന്നൊരു സീസൺ. എംബാപ്പയും ബെല്ലിങ്ങാമും ഒന്നുമില്ലാതിരുന്ന മത്സരങ്ങളിൽ പോലും റയൽ ആരാധകർ ഉള്ളിൽ പറഞ്ഞത് ഞങ്ങൾക്ക് വിനിയുണ്ട് എന്നാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ വെച്ച് കിട്ടിയതിന് ബെർണബ്യൂവിൽ കണക്ക് ചോദിക്കുകയായിരുന്നു റയൽ. കളി തുടങ്ങി 2-ാം മിനിറ്റിൽ റയൽ വലകുളിക്കേണ്ടതാണ്. ഇടതു വിങ്ങിലൂടെ വിനിയുടെ ഒരു മുന്നേറ്റം. ബ്രഹീം ഡിയാസിലൂടെ അത് കാർവാഹാലിലേക്ക് എത്തുന്നു. കാർവ നിറയൊഴിച്ചു. എന്നാൽ ജുവാൻ മുസെ സമർത്ഥമായതിനെ തട്ടിയകറ്റി. 8-ാം മിനിറ്റിൽ വലതു വിങ്ങിലൂടെ കുതിച്ചെത്തിയ വാൽവഡയുടെ ഒരു ഷോട്ട് പോസ്റ്റിലിടിച്ച് മടങ്ങുന്നുണ്ട്. സെക്കൻഡുകൾക്കപ്പുറം ഗ്രീസ്മാനും യോറൻ്റെയും റയൽ ഗോൾ മുഖത്തേക്ക്. യോറൻ്റെ ഗോളിനരികിലെത്തിയതാണ്. എന്നാൽ ലുനിൻ ലോസ് ബ്ലാങ്കോസിന്റെ രക്ഷകനായി. 21-ാം മിനിറ്റിൽ ജൂലിയാനോ സിമിയോണിയുടെ ഒരു ഗോൾ ലൈൻ സേവ് വിനീഷ്യസിൽ നിന്ന് അത്ലറ്റിക്കോയെ കാക്കുന്നു. റയൽ മുന്നേറ്റനിര എതിർഗോൾ മുഖം വിറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നനച്ചിരിക്കാത്ത നേരത്ത് അത്ലറ്റിക്കോ വലകുലിക്കിയത്. 33-ാം മിനിറ്റിൽ അഡമോല ലുക്മാൻ ബെർണബ്യൂവിനെ നിശബ്ദമാക്കി. ഇടതുവിങ്ങിലൂടെ റയൽ ഗോൾ മുഖത്തേക്ക് ലുക്മാന്റെ കുതിപ്പ്. വാൽവഡയും റുഡിഗറും അയാൾക്ക് മുന്നിൽ ഗാർഡെടുത്തു. നൈജീരിയൻ താരം പന്ത് മറ്റയോ റുഗറിക്ക് കൈമാറി. അയാൾ അതിനെ ജൂലിയാനോ സിമിയോണിക്ക് തിരിച്ചു. ജൂലിയാനോ ഒരു ഫ്ലിക്കിൽ അതിനെ ലുക്മാൻ നീട്ടി. ക്ലോസ് റേഞ്ചിൽ ലുക്മാൻ നിറയൊഴിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ഷീറ്റിൽ അത്ലറ്റിക്കോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സെക്കൻഡ് ഹാഫിൽ കഥ മാറി. 50-ാം മിനിറ്റിൽ വിനിയുടെ മറുപടി. റൈറ്റ് വിങ്ങിലൂടെ അത്ലറ്റിക്കോ ഗോൾ മുഖത്തേക്ക് സഞ്ചരിച്ച പന്ത് ബോക്സിൽ ബ്രഹീം ഡിയാസിന്റെ കാലുകളിൽ. ഡിയാസ് ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് കയറുന്നു. ഹാൻകോ അയാളുടെ കെണിയിൽ വീഴുന്നതാണ് പിന്നെ കണ്ടത്. സ്ലോവാക്യൻ ഡിഫൻഡർ ഒരു റഷ് ചാലഞ്ചിന് മുതിർന്നു. റഫറി പെനാൾട്ടി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. സീസണിൽ നേരത്തെ ആ സ്പോട്ടിൽ വെച്ച് പല കുറി പിഴച്ച വിനി ഒരിക്കൽ കൂടി കിക്കെടുക്കാനെത്തി. ഇക്കുറി അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. പന്ത് വലയിൽ ചുംബിച്ചു. ലാലിഗയിൽ അത്ലറ്റിക്കോക്കെതിരെ വിനിയുടെ ആദ്യ ഗോൾ. ആ ഗോൾ വീണ് 4 മിനിറ്റിനകം റയൽ ലീഡെടുത്തു. അത്ലറ്റിക്കോ ഡിഫൻസിലെ പിഴവ് മുതലെടുത്ത് വാൽവഡയാണ് ഇക്കുറി വലകുലുക്കിയത്. സിമിയോണി പെട്ടെന്ന് ടീമിൽ അടിച്ചുപണികൾ നടത്തി. ഷൊർലോത്തും നിക്കോയും മൊളീനയും കളത്തിലെത്തി.
67 മിനിറ്റിൽ ഈ നീക്കം ഫലം കണ്ടു. കളത്തിലിറങ്ങി 10 മിനിറ്റ് തികയും മുമ്പേ മൊളീന നിറയൊഴിച്ചു. അബ്സല്യൂട്ട് സ്റ്റണ്ണർ. ഹൂലിയൻ അൽവാരസിന്റെ കാലിൽ നിന്ന് പന്തേറ്റ് വാങ്ങി ബോക്സിന് വെളിയിൽ നിന്ന് അയാൾ തൊടുത്ത റോക്കറ്റ് പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് വളഞ്ഞു കയറി. ലുനിൻ നിസ്സഹായനായിരുന്നു അപ്പോൾ. എന്നാൽ അത്ലറ്റിക്കോയുടെ ആഘോഷങ്ങൾക്ക് അൽപായുസായിരുന്നു. 73 മിനിറ്റിൽ വിനിയുടെ റീപ്ലേ. ഇടതുവിങ്ങിലൂടെ ഗോൾമുകൾ ലക്ഷ്യമാക്കിയെത്തിയ വിനി തനിക്ക് മുന്നിൽ ഗാർഡെടുത്ത 3 ഡിഫൻഡർമാരെ കാഴ്ചക്കാരാക്കി വലകുടുക്കി. ബർണബ്യൂവിലെ പരസ്യ ബോർഡുകളിലൊന്നിൽ കയറി നിന്ന് അയാൾ ഗാലറിയുടെ ആവേശത്തെ നെഞ്ചിലേറ്റ് വാങ്ങി. അതിനിടെ റഫറിയുടെ ഒരു വിവാദ തീരുമാനത്തിൽ വാൽവഡേക്ക് ഡയറക്റ്റ് റെഡ് കാർഡ് ലഭിക്കുന്നുണ്ട്. 20 മിനിറ്റോളം നേരം റയൽ 10 ആളായി ചുരുങ്ങിയിട്ടും അത്ലറ്റിക്കോക്ക് പിന്നെ ഗോൾ മടക്കാനായില്ല. 83 മിനിറ്റിൽ ഹൂലിയൻ അൽവാരസിന്റെ ഒരു ഷോട്ട് പോസ്റ്റിലിടിച്ച് മടങ്ങി. സ്റ്റോപ്പേജ് ടൈമിൽ കിട്ടിയ അവസരങ്ങൾ ലുനിന് മുന്നിൽ അവസാനിച്ചു. അങ്ങനെ ഒരിക്കൽ കൂടി ബർണബ്യൂവിൽ സിമിയോണി വീണു. അർബലോവയ്ക്ക് കീഴിൽ ഫെഡെ വാൽവഡയും വിനിയും അതിശയക്കുതിപ്പ് തുടരുന്നു. 2026 20 മത്സരങ്ങളിൽ നിന്ന് ഒരു ചാമ്പ്യൻസ് ലീഗ് ഹാട്രിക് അടക്കം ഇതുവരെ 8 ഗോളും 8 അസിസ്റ്റുമുണ്ട് വാൽവഡയുടെ പേരിൽ. സാബിക്ക് കീഴിൽ വിനിയും വാൽവഡയും ഏറെ അസ്വസ്ഥരായിരുന്നു എന്നോർക്കണം. തിയാഗോ പിറ്റാർച്ച് ഒരിക്കൽ കൂടി റയലിന്റെ ഫസ്റ്റ് 11-ൽ ഇടം പിടിക്കുന്നു. അർബലോവയുടെ അക്കാദമി റവല്യൂഷൻ തുടരുന്നു.